ജില്ലകളിൽ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രീകരിച്ച പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഇലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരിക. വേഗം തന്നെ നടത്താമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ട് യോജിക്കാനാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് അതും നമ്മൾ കൂട്ടിക്കൊള്ളേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിരുന്നു. മറ്റത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ്. അത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ചേരാൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നത് വിചാരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന രീതിയിലില്ലല്ലോ. അത് ഞങ്ങളത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത UDFന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത നിലപാടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ കൃത്യമായിട്ടുള്ളതിന്റെ അർത്ഥം. കുഞ്ഞാലിക്കുട്ടി പോലെ ലീഗിന്റെ അഖിലേന്ത്യാ നേതാവിന് കോൺഗ്രസിനെ സംബന്ധിച്ച് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്ന പരാതിയുണ്ടെങ്കിൽ ആ പരാതി ഇതിനെത്രയോ മുമ്പ് വളരെ വ്യക്തതയോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. ആ പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് UDFന്റെ തന്നെ ഭാഗമായിട്ടുള്ളവർ ശരിവെക്കുന്നു. ഇതാണ് അതിനടിസ്ഥാനം. എന്താ സംശയമുള്ളത്? ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞില്ലേ 6060 കോടി ആണല്ലോ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് 6566 കോടി എന്നായിരുന്നു. അതിപ്പോഴും ഇന്നത്തെ കണക്ക് കാണുന്നത് ഏതാണ്ട് 6000 വ്യത്യാസമൊന്നുമില്ല, 6060 കോടി എന്ന രീതിയിലാണ്. 60,060.5 കോടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് MLA-മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് MP-മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് മന്ത്രിസഭ പൊളിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് BJP ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. കള്ളപ്പണം ഉപയോഗിക്കുകയാണ്. എന്നിട്ട് വലിയ പ്രസംഗമാണ്, വലിയ വിശാലമായ പ്രസംഗം, ആദർശപരമായ പ്രസംഗം. എന്നിട്ട് ഏത് കള്ളന്മാരുടെ നിന്നുള്ള കോടാനുകോടി ഉറുപ്പിക, 1 കോടി 2 കോടി 100 ആയിരക്കണക്കിന് കോടി ഉറുപ്പിക കൈപ്പറ്റിയിട്ട് അതും കൊണ്ട് നടക്കുകയാണ്, അതും കിശയിൽ വെച്ചിട്ട്. അല്ല, ഇടപാടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിപര പ്രശ്നമാണെന്നാ പറഞ്ഞത്. അത് സംബന്ധിച്ച് അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് അത് എന്താണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. പാർട്ടി ചർച്ച ചെയ്യുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തില്ല. അത് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പോരെ, തീർന്നില്ലേ? ഇതിന്റെ അകത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞു. മത്സരം BJPയും LDFും ആണെന്ന് പറയുന്നതിന് അടിസ്ഥാനം കോൺഗ്രസിലെ വലിയൊരു വിഭാഗമാകെ കൂടുമാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ പറയുമ്പോഴും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ കാര്യം. രാഷ്ട്രീയമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ, ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ, ഇവിടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. BJP അല്ല കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി. BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ല. ഇവിടെ വളരെ ചെറിയ ഒരു കൂട്ടുകെട്ടാണത്. പക്ഷേ 3 വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് UDFും LDFും തമ്മിലാണ് മത്സരം. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് കേന്ദ്രമന്ത്രിമാരെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് അവരെല്ലാം പ്രമുഖന്മാരല്ലേ, അവരെല്ലാം സാധാരണ ആളാണെന്നല്ല, അത്ര മാത്രമേ അതിനെ കാണേണ്ടിയുള്ളൂ.